പിന്നെ ബാതിലൊക്കെ അടിച്ചിങ്ങനെ അകത്തോട്ടൊക്കെ കയറാനും എല്ലായ്പ്പോഴും പണി ഇത് തന്നെ. ഞങ്ങൾക്ക് അടിക്കാനും തുടക്കാനേ നേരമുള്ളൂ. ഞങ്ങൾക്ക് ഉറക്കവും കൂടി ഇല്ല, രാത്രി കയറുമെന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ട്. എന്ത് ചെല്ല എല്ലാ കൊല്ലം ഇത് തന്നെ പണിയാ. കുറേ ദിവസത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഊണും ഉണ്ടായി ഉറക്കം ഉണ്ടായില്ല. ഇത് കഷ്ടപ്പാട് എന്ന് തീരുമെന്ന് ഒന്നും ആരോട് ചോദിക്കാൻ, ആരോട് പറയാനാ. ഏത് സമയവും കടൽ കയറാവുന്ന അവസ്ഥ തന്നെയാണ്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ജീവിക്കുന്നത്. ഇത് കാണാൻ പല കടലിൽ ഇടിക്കണേനെ ഈ പിറക്കിട്ടാൽ രാത്രി ഉറക്കവും ഇല്ല, ഒന്നുമില്ല. എണീറ്റ് ഇരിപ്പാണ് കാറ്റ് വരുമ്പോഴൊക്കെ. പിന്നെ ഇന്ന് ശരിയാവുന്ന നാളെ ശരിയാവുന്നോട്ടെ എവിടെ വർഷങ്ങളോളമായി അനുഭവിക്കുന്ന ഈ സംഭവം. വർഷങ്ങളായി തുടരുന്ന ഒരു ദുരന്തം, ഈ ദുരിതവും ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല സാറേ. ഞാനൊക്കെ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് നമ്മളിത് കാണുകയാണ്. ഇന്ന് മാറും നാളെ മാറുമെന്ന് നമ്മൾ വിചാരിക്കണമെന്നല്ലാതെ ഒരു മാറ്റവും ഇന്നുവരേക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മളെന്ത് ചെയ്യും? ഇത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ വർഷമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇതിന് മാത്രം വീടുകൾ ഇങ്ങനെ വെള്ളത്തിലാണ്, എല്ലാവരും വെള്ളത്തിലാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? നിവർത്തിയില്ല, വേറെ നിവർത്തിയില്ല. ഈ കടൽ ഭിത്തി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കടൽ ഭിത്തി നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ വേണം. അതിന് ഭരണാധികാരികൾ അതിനുള്ള കരുതലെടുക്കുക. ജിയോ ബാഗ് വെച്ചതാണ് ഞങ്ങൾക്ക് ഇത്രയും പരിഹാരം ഉണ്ടായത്. ആ ജിയോ ബാഗ് വെറ്റക്കത്രയും കാലമാണ് ഇപ്പൊ ഈ കടൽ കയറിയത്. അതേസമയം ജിയോ ബാഗാണ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പൊട്ടിയല്ലേ. ഈ ജിയോ ബാഗ് വെച്ച ഒരു പരിധി വരെ പരിഹാരമാണോ? പരിഹാരം ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് വെയിറ്റുള്ള ചാക്കല്ല. വെയിറ്റുള്ള ചാക്ക വെച്ച് കഴിയുമ്പോൾ ഒരു പരിഹാരം കാണും. ഈ എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നതാണല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഒരു കാലവർഷം അങ്ങനെ കണക്കൂട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണോ? ഒന്നും ചെയ്യില്ല. ഇത് കഴിയുമ്പോഴാണ് അവർ വന്ന് നോക്കുള്ളൂ. ഞങ്ങൾ ഒഴുകി കഴിയുമ്പോൾ അവർ വന്ന് നോക്കും, അല്ലാണ്ട് അവരൊന്നും ചെയ്യാറില്ല. ഒരു പ്രതീക്ഷയില്ലാതായോ? പ്രതീക്ഷയില്ല. അതായത് ഞങ്ങള് ഒരുപാട് ആവശ്യങ്ങള് ഞങ്ങൾ പറഞ്ഞതാ, അവര് ഒരുപാട് വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് തന്നതാ. ഇപ്പൊ അവരെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇനി ഒഴുക്ക് തന്നെ ആഗ്രഹം. ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും ഇല്ല, ആരും പോയില്ല. ആരും വന്നില്ല ഇവിടെ ക്യാമ്പിൽ പോകാനായിട്ട്. ഞങ്ങൾ മാത്രം പോയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രം ചെന്ന് ഞങ്ങളെ വലിയൊരു തിരിഞ്ഞു നോക്കുവാ. ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആരെങ്കിലും മന്നോ, നേതാക്കന്മാർ ആരെങ്കിലും മന്നോ? ഒരാളും വന്നില്ല ഇവിടെ. പഞ്ചായത്ത് മെമ്പറായിട്ട് MLA ആയിട്ട് ആരും വന്നില്ല അന്വേഷിക്കാൻ വേണ്ടി. ആരും വന്നിട്ടില്ല, പഞ്ചായത്തും വന്നിട്ടില്ല, ആരും വന്നില്ല. തിരക്കാനായിട്ട് ആരുമില്ല. ഞങ്ങൾ തന്നെ ഇപ്പൊ പിള്ളേരെല്ലാരും കൂടി കൂടിയാ ഈ ചാക്ക് ഇവിടെ വെച്ച് ഇനിയെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കയറാതിരിക്കട്ടെ. ഇന്നലെയൊക്കെ ഞങ്ങൾ മുങ്ങി കിടക്കണായിരുന്നു. വില്ലേജ് ഓഫീസറൊക്കെ വന്ന് എല്ലാ വീട് വഴിയും കണ്ടെത്തി ഇപ്പൊ അങ്ങോട്ട് പോയതാ. ഇത് കൊല്ലങ്ങളിൽ ഒരു മാസത്തേക്ക് മുമ്പ് അവർ കുറെ ചാക്ക എന്തെങ്കിലും ഇവിടെ വെച്ച് അടച്ചെങ്കിൽ ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിയല്ല. അപ്പൊ അവരിത് വന്നു കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. വന്നു കഴിഞ്ഞ് ഇവിടെ ചെയ്യാൻ മണ്ണ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അവരുടെ പരിപാടി അതാ. അവർ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ചെയ്തിട്ടെന്തിനാ ഞങ്ങൾ നശിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ വന്നിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇന്നാണ് ഇപ്പൊ ഇത്തിരി കടൽ കുറഞ്ഞേക്കണം. അതുപോലും തിരക്കാൻ വരാൻ അവരില്ല. ഞങ്ങളതാണ് നിങ്ങളോട് വഴക്കിട്ടല്ല. നിങ്ങൾ വന്ന് ഇങ്ങനെ എടുത്തോണ്ട് പോകും, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും, അത് മാത്രം കാണാനുള്ളു. അവര് ഇത് അറിഞ്ഞിട്ട് പോലും തിരിച്ചു വരാത്ത പാർട്ടി പിന്നെ ഞങ്ങൾ ഇതിന് പ്രതികരിക്കാത്തതാണ്. ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ എല്ലാവരും കൂടി വിളിച്ചിട്ട് അതും വന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ വൈകോളം ഇവിടെ നിന്നോ, ആരെങ്കിലും ഒരു ആൾക്കാർ വരുമെന്ന് നോക്കി വരികയില്ല. ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് വെച്ച് ഒന്നും കൊണ്ടൊരു വരവ് വരും. അപ്പൊ ഞങ്ങൾ എടുത്ത് ഉണ്ടാക്കി കൊടുക്കണമായിരിക്കും. അതാണ് നമ്മള് ഇവിടെ കയറണല്ലേ, ഇവിടെ കയറി അങ്ങാട് പോകണമല്ല, ഈ കിഴക്ക് അറ്റം കിടക്കണ വീട്ടുകാർക്കൊക്കെയാണ് കൂടുതൽ സംഭവം. കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് ചെന്ന് കിഴക്കുന്നുള്ള വെള്ളവും എല്ലാം കൂടി ഈ ഒരു ഭവനം ഉണ്ടാക്കി കഴിഞ്ഞെന്നാലേ ആ ഭവനം നഷ്ടപ്പെടണം. അങ്ങനെ ഒരു കൊല്ലമാകുന്നപ്പാടും പെര മൊത്തം അങ്ങാട് തെള്ളും. പിന്നെ നമ്മൾ അടുത്ത കൊല്ലം അനുഭവം ഇതല്ലേ. അതിനുള്ള ഒരു പ്രതികരണം ഇവരിവിടെ കാണാനില്ല ഈ ജനങ്ങളുടെ അടുത്ത്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറെ ഒരു മുതലാളി അവിടെ വെച്ചിട്ടുണ്ട്. അയാൾ കല്ലിന്റെ പടിഞ്ഞാറ് അറ്റം വരെയും അയാൾ വാർത്തിട്ടേക്കൻ. അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ ഒരു നേതാക്കന്മാരും മഞ്ഞിൽ. ഇത് ഇവിടെ ഉള്ള കിടക്കണ കുറെ പാവത്തങ്ങൾ ഇത് അനുഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് വീടിന്റെ ഒരു അവസ്ഥ എന്നത് അവർ തന്നെ പറയും. ഇതിനകത്ത് കഴിയുക എന്നാണ് വെള്ളത്തിൽ കഴിയണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്ത്രീകൾക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് തന്നെ പേടിച്ചാണ് ഇതിൻ്റെ അധികം. കാരണം വെള്ളം പോകാനായിട്ട് ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഈ 3-4 ദിവസം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും പഞ്ചായത്ത് മെമ്പറോടൊക്കെ എല്ലാവരോടും ഈ കാര്യങ്ങൾ നേരത്തെ മെയ് മാസം ഞങ്ങൾ അവതരിപ്പിച്ചാണ്. അപ്പോൾ അവർ മെയ് 15-നുള്ളിൽ GO2 ഉപയോഗിച്ച് ഇവിടെ തടയുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ മഴക്കാലത്ത് ഒന്ന് അടുത്തേക്ക് വരാവോ? അത് വെള്ളം തൂത്ത് കഴിയുമ്പോഴേക്കും അടുത്ത സമയമാവും. ഏറ്റവും അപ്പോഴത്തേക്ക് ഏറ്റാവും. ഒരു തവണ കഴിയുമ്പോഴേക്കും അടുത്ത എല്ലാ ദിവസവും 2-3 തവണ 2 തവണയെങ്കിലും ഉണ്ടാവും. ഉണ്ടാവും.
പിന്നെ ഈ നമ്മുടെ അടുക്കള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ബാധിക്കും. അതെ ഇപ്പൊ വെളുപ്പിന് എഴുന്നേറ്റ് തുടച്ച് എല്ലാം വെള്ളം ഇത് ഇപ്പൊ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ഇത് പലതവണ ഇത് ശുചീകരിച്ചോണ്ടിരിക്കുക അല്ലേ? അങ്ങനെ എന്തായാലും ഇത് നമ്മള് മഴക്കാലം എത്തുന്നതിന് മുൻപ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല. കാരണം ഞങ്ങൾ ഈ കാര്യം പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവർ മെയ് 15-നുള്ളിൽ എല്ലാം സെറ്റപ്പ് ആക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. ഇതാണ് അവസ്ഥ. വെള്ളം കയറി, അകത്തും വെള്ളം കയറും, ആ അപ്പുറത്തുകൂടിയുള്ള ഹോളിൽ കൂടി വെള്ളം കയറും. അതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടാത്തൊരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ പകർച്ചപ്പനികൾ, എലിപ്പനി, അത് കാരണം പിള്ളേരൊന്നും പുറത്താട്ടിറങ്ങാതെ പേടിച്ച് അകത്ത് തന്നെ ഇരിക്കണേണ്.